ഫേസ്ബുക്കിൽ ഇപ്പോഴും പലതരത്തിലുള്ള ചതിക്കുഴികൾ, ശർമ്മ കുഴികൾ എന്നാണ് ഇതിന് പറയാനുള്ളത്. എത്ര കാലമായാലും തുടങ്ങിയിട്ട്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ എക്സ്പീരിയൻസ് നിങ്ങളെ കമന്റ് ഇട്ട് ഒരു ഉളുപ്പില്ലാതെ വീണ്ടും പിങ്കു ശർമ്മ, റിങ്കു ശർമ്മ, പിന്നെന്താണ് അനിത ശർമ്മ. ഈ ശർമ്മകളോട് വരുന്നതിന് തെറ്റ് ചെയ്തിട്ടുണ്ടാവോ? അതായത് ഫേസ്ബുക്കിൽ ഇപ്പൊ ജിതിന് വേണ്ടിയിരിക്കുന്നുണ്ട്. ജിതിനൊരു മെസ്സേജ് വന്നിരിക്കണത്, ജിതിനൊരു മെസ്സേജ് വന്നതാണ്. ഇപ്പൊ വന്നിട്ടുള്ളൂ. എന്ത് ശർമ്മടാ കാണിച്ചാലോ? ഇവിടുത്തെ എന്തായിരുന്നു പേരെന്താ? അനിത ശർമ്മ. അനിത ശർമ്മ എന്നാണ്. ഓക്കെ, അതൊക്കെ കാണിച്ചാ. ഞാൻ ഇപ്പൊ ഫോൺ തിരിച്ചു കാണിച്ചത്. ഇതാണ് അനിത ശർമ്മ. അനിത ശർമ്മേന്റെ മെസ്സേജ് ആണ്. ഹായ്, ഹലോ, ഹായ്, ഹൗ ആർ യു? ഫൈൻ, ഗുഡ്. യു ഫ്രം കേരള? യുവർ വീഡിയോ കോൾ ലൈവ് സെക്സ് ഇൻട്രസ്റ്റഡ്? നോ, ഐ ആം ഗേ. പുഴുത്തവനെ കൂടി ഐ ആം ഗേ. ഇതെന്താ അറിയോ? ഇതിപ്പോ ഞാൻ കാണിച്ചതാ. ഇല്ല, ഐ ആം ഗേ എന്ന് പറയല്ലേ, ബട്ട് ഐ എം ഇൻട്രസ്റ്റഡ് എന്ന് പറയാം. ബട്ട് ഐ എം നോട്ട് മീ, മൈ ഫ്രണ്ട് ഈസ് ഇൻട്രസ്റ്റഡ് എന്ന് പറയാം. എന്നിട്ട് നമുക്ക് ഇവനെ കാണിച്ചു കൊടുക്കാം. നമുക്ക് ഓനിട്ട് കൊടുക്കാം. ഇല്ലല്ല, ഇടുക്ക് സാധനം എടുക്കേ ഇടേ. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, എത്ര കാലമായി ഫേസ്ബുക്കിൽ ഈ തട്ടിപ്പ് തുടങ്ങിയിട്ട്. ഞാനത് ആലോചിക്കുന്നത്. ഇങ്ങനെ മെസ്സേജ് അയക്കും, എന്നാലും പോയി പെടുന്നവരുണ്ട്. ഞാൻ ഇപ്പൊ എന്തിനാ ഈ വീഡിയോ എടുക്കാം? അല്ല, അയച്ചോ. ഇത് വീണ്ടും തീർക്കട്ടര്. സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാ, കൊറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്കിങ്ങനെ കൊറേ പേര് മെസ്സേജ് അയക്കലുണ്ട്. സെൻഡ് യുവർ വാട്സ്ആപ്പ് നമ്പർ. നോ വാട്സ്ആപ്പ് നമ്പർ പ്ലീസ്, ഓൺലി കോൾ മീ ഇൻ ഫേസ്ബുക്ക് വീഡിയോ കോൾ എന്ന് പറയാം. അപ്പൊ സംഗതി ഇതിനു മുമ്പ് കുറെ ആൾക്കാർ ഇത് പെട്ടിട്ടുണ്ട്. പക്ഷെ ഇനി ആളുകൾ പെടുന്നുണ്ട് എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴും യൂഡായ്പ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ഇതേപോലെ പോയി മെസ്സേജ് അയക്കും. ഇവർ ചാടി കയറിയിട്ട് ഓക്കെ സെക്സ് ലൈവ് ചാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓടിക്കയറി വീഡിയോ കോൾ വിളിക്കുമ്പോൾ മുഖം പെട്ട പിന്നെ അത് വെച്ച് വാട്സാപ്പിക്ക് പിന്നെ ത്രട്ടനിങ് ആയി. ഇത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ടും മറ്റോടത്തോടും മറച്ചോടത്തോടും ആന കാണി. പരിപാടി എന്താ? അപ്പുറത്തെ ഫോണിൽ വീഡിയോ ഓണാക്കി പിടിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ തുണ്ട് വീഡിയോ ഓണാക്കും. എന്നിട്ട് അത് കാണിക്കും. ഇതാണ് നടക്കാൻ പോണത്. എന്തായി? റൂട്ടാക്കി അവിടെ ചെക്കൻ റൂട്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവ അതിന്റെ അഗ്രഹണ്യനാണ്. ഏതാണ് ഇരുത്തം നോക്കി കണ്ണെന്ന് പറയുമ്പോ ഒരു വെട്ടണില്ല കേട്ടോ, ഒരു പുരികം പോലും ഒരു വെട്ടണില്ല. നമ്പർ ചോദിക്കണ്ടോ? നമ്പർ ചോദിച്ചിട്ട് അബിയെ നമ്പർ കൊടുത്താലോ? അതെ എടാ വാട്സാപ്പിക്കട്. നമ്പർ കൊടുത്തു മക്കളെ, നമ്പർ കൊടുത്തു. എന്നിട്ട് വിളിക്കോ? മോനെ ചീറുണ്ടോന്ന്. എടാ നമ്മള് വീഡിയോ എടുക്കാൻ പരീക്ഷണത്തിനല്ലേ ഇവിടെ നിന്ന്. അതെന്താ ഈ അന്റെ കൊടുക്കാഞ്ഞ്? വേണ്ടാത്ത എന്തിനാണ്? ഇവനിപ്പോഴും ബിരിയാണി കിട്ടുന്ന കേട്ടോ. ഓപ്പൺ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കാട്ടെ വാട്സാപ്പോ വാട്സാപ്പ് അതിനിടയില് നമ്പറൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്പർ ഞാൻ അവിടെ കാണിക്കുന്നില്ല. ചെക്കന്റെ നമ്പർ അയച്ചു കൊടുത്തിട്ട് കോൾ മീ ഓപ്പൺ എന്ത് കോൾ മീ ഓൺ ദിസ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഒരു ചൊറയില്ല, അത് ഒരു ചൊറയില്ല. അവിടുത്തെ വേറെ ചോറില്ലാതെ ബ്ലോക്ക് ചെയ്ത് വിട്ടാ മതി. വല്ല വിളി വരും നോക്കാലോ. എടാ വിളി വരും നോക്കാലോ. വെറുതെ പേടിക്കാൻ പാടില്ല. ഡോണ്ട് പേടി. ഇത് ഞാൻ വീഡിയോ എടുക്കായതുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ നമ്പർ കൊടുത്തിരുന്നു. പുല്ല് ഈ ഇവിടെ കാട്ടില്ലെങ്കിൽ നമ്പർ കൊടുക്കും. ഓ എന്റെ നമ്പർ കൊടുക്കണ്ട. സാധനം ഇന്ന് എന്ത് ശർമ്മടാ? പേരെന്താ ഇത്? ഫുള്ള് അനിത ശർമ്മയില് പോയിട്ടോ. ഓക്കെ, ബിരിയാണി കിട്ടില്ല. ഉടായിപ്പാണ്. വിചാരിച്ചിരിക്കണ്ട. ഇത് എത്ര പേര് ഫേസ്ബുക്കിൽ പെട്ടാലും പഠിക്കാത്തൊരു സംഗതിയാണ്. എന്താണ് വരാൻ പോണേ നോക്കാം. ദയവേത് ഇങ്ങനത്തെ ഉടായ്പിൽ ഫേസ്ബുക്കിൽ ഉടായ്പിൽ പോയി പെടരുത്. പല ശർമ്മമാരും മെസ്സേജ് അയക്കും. മെസ്സേജ് അയച്ച് ലൈവ് സെക്സ് ചാറ്റ് എന്ന് പറയും. മുഖം എങ്ങാനും പോയി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്ന് ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർക്കൊക്കെ ഇരുന്ന് അയച്ചു കൊടുക്കും. അല്ല എന്നാലും ഞാൻ പറഞ്ഞത് പെടുന്ന ആൾക്കാരുള്ളതുകൊണ്ടാണല്ലോ. ഇത്ര ഇപ്പോഴും നിർത്താനില്ല. വിളിച്ചോ? മോനെ വാട്സാപ്പിൽ മെസ്സേജ് വന്നിട്ടോ? ഓ വാട്സാപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. ശർമ്മ
ഇത് ഏതോ പെൺകുട്ടീനെ, ഇതൊക്കെയാണ് അവസ്ഥയെന്ന് ആലോചിച്ചൊക്കെ. ഏതോ പെൺകുട്ടീൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഇട്ട് കാണിച്ചു കേട്ടാ. ഇത് ആരുടെങ്കിലൊക്കെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കിലൊക്കെ DP അടിച്ച് മാറ്റിയതാവും. ഏതോ ശർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടീൻ്റെ ഫോട്ടോ ഇട്ടുണ്ട്. അതാ അനക്കെന്താ അയച്ചിട്ടുണ്ട് കേട്ടോ ഫേസ്ബുക്കിൽ. ശർമ്മ ക്ലോസ് ആവട്ടെ, ക്ലോസ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 8101354267. ശർമ്മ. ഹായ് ഹലോ ഹായ് കൊടുക്കാം. ഹായ് ബേബി ഹായ് ബിയോ. ഇത് പണ്ടത് ഫോണൊക്കെ കുറിച്ച് ടൈപ്പ് ചെയ്യാൻ വെച്ചാൽ പാട്ടാ. ഹായ് ബേബി കൊടുത്തിട്ടുണ്ട്. ഹായ് ബേബി കൊടുത്തിട്ടോ. ഐ ആം അനിത. അനിത. ഓ കമോൺ ബേബി. ഓയാ ആരോടെ കളി ആലോടാണ്. ജോണി സിൻസിന്റെ അടുത്ത് വന്ന് വെട്ടുകയായിരിക്കും ഇപ്പോ. ഓ കമോൺ. ഇത് പണ്ടാളെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. നാശ ബേബി നാശത്ത് പൊണ്ട അബിയെ ഈ ഇളക്കാതെ കൊണ്ടോ. ഇത് നമ്മളെ നാട്ടില് അങ്ങാടിപ്പുറം പാലം, അതിനെ കുറിച്ച് പറയണ്ട. അങ്ങാടിപ്പുറം പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേറെ സാധനം. ഞാൻ അതിനെ കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഫുള്ളി ഞാൻ അതേ കുറിച്ച് പറഞ്ഞു പോകും. മാറ്റർന്ന് പോരുത്. യു റീഡ് ഹോ സെക്സ് എൻജോയ്. യു റെഡി ടു സെക്സ് എൻജോയ്. Yes. Yes, baby. Yeah, baby. Show. Yeah, baby, show. ഇനി ഓളൊരു ചെലുണ്ട്. ഇനി ഉണ്ട് ഒരു വരവ്. You go to bathroom. I want to pee. I am in. I don't want to pee. Why? Bathroom. Why should I go to bathroom? I am in bathroom. Already I am in bathroom. I am in. പണ്ടറത്ത് ഇളകിയിട്ട് നോക്ക്. പുട്ടിങ് അപ്പി. യു കം. തൂറി അറിയുന്നായ. യു കം. ഓളെന്ത് തീട്ടമാരി അറിയും. കാണിച്ചരാ ഓളോ ഓനോ തീട്ടപ്പര. യു റെഡി ഹോ. Yeah, baby. Yeah. Ready. Come. And പൈസ ആണോ ചോദിച്ചത്? അവർക്ക് വിശ്വാസമുള്ളൂ. കം നായിന്റെ മോളെ. ഇത് ഭയങ്കര പണിയായിട്ടത്. ഒരു കയ്യില് ഫോണും ഒരു കയ്യില് കം നായിന്റെ മോളെ. ഞാൻ റെഡി കം നായിന്റെ മോളെ. വിളിക്കട്ടോളൂ. ഓള് എരപ്പത്തരം കാണിച്ചു കൊടുക്കുന്നു. വിളി നായി ശരിയാക്കി തരാം. വിളിക്കോ നോക്കട്ടെ. നീ ഇങ്ങനെ ഒന്ന് കുറച്ചു ടൈപ്പ്. വിളിക്കുന്നു. ഓ മോനതാ വിളിക്കണം. ഓക്കെ, ഒരാളെ മുഖം പെടരുത് കേട്ടോ. മുഖം പെട്ട പോയി മോനെ. മുഖം പെട്ട സീനാണ്. ഞാൻ ആദ്യം പറയുന്നു, മുഖം പെട്ട സീനാണ്. എന്തേ നായി, എന്തേ മോളെ. എന്നാടി വീഡിയോ എടുത്തടി അരപ്പേ. എന്നാ കണ്ടോ എന്റെ കുണ്ടി വെച്ചിട്ട് പോടി. ഉമ്മയൊക്കെ തരുണ്ടോ? എന്നാ പിടിച്ചോ. തെറി പറയുമ്പോൾ ചിരിക്കാൻ ഉളുപ്പുണ്ടോ അരപ്പേ. ബൈന്ന്. നോക്കി നാടുവരല്ലേ. ഓക്കെ മനസ്സിലായി. ഓക്കെ ബൈ ചുത്തിയ. ഞാൻ പറയുന്നില്ല. ഇമാതിരി പോസ്റ്റിക്കാൾ ഇങ്ങനെ ഓടി വരും. എന്നിട്ട് ഫേസ്ബുക്കിൽ ഇതേമാതിരി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് കാലം മാറി. നമ്മൾ സാധനം പഠിച്ചല്ലോ. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ എടുക്കുക. ഇനിയും ഇങ്ങനത്തെ ട്രാപ്പിൽ പോയി പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവാനാണ് ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത്. ഇപ്പൊ ആ വീഡിയോ കോൾ എടുത്തിട്ട് ഞാൻ മുഖം കാണിച്ചിരുന്നെങ്കിൽ എന്താ ചെയ്യാച്ചെങ്കിൽ നേരെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. ഒറ്റയടിക്ക് എടുത്തിട്ട് അത് ഫേസ്ബുക്കിലുള്ള നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഇരുന്ന് കുത്തി അയച്ചിട്ട് ആ സ്ക്രീൻ ഷോട്ട് നമുക്ക് അയച്ചെന്നിട്ട് പറയും
ഇത്ര രൂപ വേണമെന്ന് പറയും. എന്നിട്ട് ആ പൈസ നമ്മൾ അയച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ. ഇല്ലാന്നുണ്ടെങ്കിൽ മാനം പോയില്ലേ. ഓരോരുത്തർ ബാത്റൂമിൽ പോയിട്ട് മോനെ പിന്നെ അല്ലേ ഫ്ലൂട്ട് പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പണി പാളും. പെട്ട ആളുകളുണ്ട്. കുറെ പേര് എന്നോട് വന്ന് പണ്ടൊക്കെ പറയലുണ്ട്. ഇപ്പോഴും ഈ പ്രക്രിയ നടക്കണമെന്ന് അറിയുമ്പോ സത്യം പറഞ്ഞ ആളിയന്മാരെ നല്ല എന്താ പറയാ കലിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പരിപാടി. സത്യം ഇന്ത്യക്കാര് നമ്മളെ പൂഞ്ചിക്കാൻ വേണ്ടി അറിയില്ല. ഈ അയച്ചെടുത്തില്ലേ രണ്ട് പച്ചക്കറിയൊക്കെ ബ്ലോക്കാക്കി പോയോ? അപ്പൊ അത് മതച്ചോത്ത് ആള് കൊടുക്കും. ഇന്ത്യക്കാര് നമ്മളോട് മലയാളിയോട് കളി. കാലം മാറി. ഓക്കെ ബൈ. അപ്പോ ആരും ഇങ്ങനത്തെ ഫേസ്ബുക്ക് ട്രാപ്പിലൊന്നും പോയി പെടാതിരിക്കുക. ഓക്കെ പെട്ട് കഴിഞ്ഞാൽ കാശും പോവും, മാനം പോവും, മുഞ്ചും. കണപ്പ് കൺട്രോൾ. അല്ലല്ല ആരും കൊടുക്കണ കാണിച്ചു കൊടുക്കണേ. ചെക്കൻ പേടിച്ചു. എന്താ ചെക്കൻ പേടിച്ചു. അപ്പൊ ഓക്കെ ഗൈസ് കാര്യമായിട്ട് ഈ പരിപാടി ഒക്കെ എടുത്ത് ഞങ്ങള് കാര്യമായിട്ട് ഈ പരിപാടി എടുത്തപ്പോ റെക്കോർഡ് ചെയ്ത് ഞാൻ ആ കോള് കട്ട് ചെയ്ത് വീഡിയോ കട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചപ്പോണ്ട് നമ്മളെ അടുത്ത ഫ്രണ്ട് ഓനും സാധനം വന്നിരിക്കണം കേട്ടോ. സാധനം വന്നിങ്ങനെ കാണിച്ചു തരാം. വന്നിരിക്കണോ എന്താ പേരെന്താണ്? അനിത ശർമ്മ വന്നിരിക്കുന്നു. എനിക്ക് എന്ത് വോയിസ് വെച്ചു കേക്കട്ടെ. സ്ക്രീൻഷോട്ട് നോക്കി എനിക്ക് വന്ന ഫ്രണ്ട് റിക്വസ്റ്റ് ആട്ടോ FB-ല്. ഏതോ ഫേക്കാണ്. ആരൊക്കെ ഫ്രണ്ട്സും ഒക്കെ ആകെ 3 ആളുകളെ. ഫസ്റ്റ് ജിതിൻ ചാടി കയറി അക്സെപ്റ്റ് ചെയ്തു. ഒന്ന് ചെയ്ത് ഒന്ന് ഞങ്ങള് പണി കൊടുത്തത്. പിന്നെ വേറെ ചെക്കൻ ഫേക്കാന്ന് അറിയട്ടോ. അതെ ഓനറിയാം. രാഹുലിന് അറിയാം സംഗതി. നമുക്ക് ഫേക്കാന്നറിയാം. രാഹുലിനും ഫേക്കാന്നറിയാം. അയ്യോ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്ര പെട്ടെന്നല്ലേ പോയെ? അതായത് ഓന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർക്കൊക്കെ ടപ്പ ചെയ്ത് പറഞ്ഞാൽ അയച്ചു കൊടുത്തിരിക്കുക. ഇത് ഭയങ്കര തന്നെ. എന്തായാലും ശർമ്മകളുടെ വിളയാട്ടം. അല്ല എന്തായാലും കൊത്തും. ഇവർക്ക് തോന്നാ ഏതെങ്കിലും ദിവസം ഒരാളെ കൊത്തിയാൽ തന്നെ 2000-3000 വെച്ച് കിട്ടിയതായില്ലേ. അതാണ് സംഗതി. എന്താണെങ്കിലും ഫേസ്ബുക്ക് ശർമ്മകളെ നിങ്ങൾ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക.